ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എക്സ് മീ ദീപക് മല്ലു വ്ളോഗർ. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിങ് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ വ്ളോഗാണ്. അതുപോലെ തന്നെ സർപ്രൈസ് OTT റിലീസുകളും ഈ ഒരു ആഴ്ചയിലുണ്ടെന്നുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ആഴ്ചയിലെ OTT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സമയമൊന്നും വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ജനനം 1947 പ്രണയം തുടരുന്നു എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കോഴിക്കോട് ജയരാജ്, ലീല സാംസൺ, നന്ദൻ ഉണ്ണി, ദീപക് പറമ്പോൾ, നോബി മാർക്കോസ് എന്നിവർ കേന്ദ്രദാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ തോന്നുന്ന ഒരു ചിത്രമാണ് ജനനം 1947 പ്രണയം തുടരുന്നു എന്ന് പറയുന്ന ചിത്രം. ഈ ചിത്രത്തിന് ഒരുപാട് അവാർഡുകളാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രം ഈ വരുന്ന നമ്മുടെ ജൂൺ 14-ാം തീയതി സിംപ്ലി സൗത്തിലൂടെയും അതുപോലെ തന്നെ മനോരമ മാക്സിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലിറ്റിൽ മിസ്സിസ് റാവുത്തർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഗൗരി കൃഷ്ണ അതുപോലെ തന്നെ ഷേർഷാ എന്നിവർ കേന്ദ്രദാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു ചിത്രമായിരുന്നു ലിറ്റിൽ മിസ്സിസ് റാവുത്തർ എന്ന് പറയുന്നത്. ചിത്രം ഓൾറെഡി ആമസോൺ പ്രൈമിലൂടെ ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലി ചിത്രം സൈന പ്ലേയിലൂടെ ഈ വരുന്ന ജൂൺ 14-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് കാണാം. ചിത്രം അട്ടർ ഫ്ലോപ്പാണ്, അതുപോലെ തന്നെ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ OTT റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിലീസ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ച് പറയാൻ കാരണം. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കുരങ്ങുപെടൽ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കാളി വെങ്കിട്ട് അതുപോലെ തന്നെ സന്തോഷ് വേൽമുരുക എന്നിവർ കേന്ദ്രദാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു ഡ്രാമ ഭാഗത്തിലൂടെ താന്ന ചിത്രമാണ് കുരങ്ങുപെടൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ശിവകാർത്തികാണ്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം എത്രത്തോളം ക്വാളിറ്റി ഉള്ള ഒരു പടമാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവാം. ചിത്രം ഈ വരുന്ന ജൂൺ 14-ാം തീയതി ആഹാ തമിഴിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അല്ലെങ്കിൽ തെലുങ്ക് വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. യക്ഷിണി എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ വേദിക, അജയ്, രാഹുൽ വിജയ് എന്നിവർ കേന്ദ്രദാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു ഹൊറർ ഡ്രാമ ഭാഗത്തിലൂടെ താവുന്ന ഒരു വെബ് സീരീസ് ആണ് യക്ഷിണി എന്ന് പറയുന്നത്. ഈ ഒരു വെബ് സീരീസ് ഈ വരുന്ന ജൂൺ 14-ാം തീയതി ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗാങ് ഓഫ് ഗോദാവരി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിശ്വക്സൻ കേന്ദ്രദാത്രമായിട്ട് അഭിനയിച്ചു, ഒപ്പം തന്നെ നാസർ, നേഹ ഷെട്ടി എന്നിവർ തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു ഗാങ് ഓഫ് ഗോദാവരി എന്ന് പറയുന്ന ഒരു ആക്ഷൻ ത്രില്ലർ ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഗാങ് ഓഫ് ഗോദാവരി എന്ന് പറയുന്നത്. ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 14-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. OTT ചരിത്രത്തിൽ ആദ്യമായിരിക്കും ചിത്രം റിലീസ് ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ ചിത്രം OTT റിലീസിന് എത്തുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡിയർ നാന എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ചൈതന്യ റാവു അതുപോലെ യക്ഷ മാധുരി എന്നിവർ കേന്ദ്രദാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ ഭാഗത്തിലൂടെ താവുന്ന ഒരു മൂവിയാണ് ഡിയർ നാന എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 14-ാം തീയതി ആഹാ തെലുങ്കിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ദ ബോയ്സ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്ത ലാസ്റ്റ് പാർട്ടായിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ് ദ ബോയ്സ് എന്ന് പറയുന്നത്. ഈ ഒരു വെബ് സീരീസ് ഇപ്പോൾ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. കാണാൻ താല്പര്യമുള്ളവർക്കെല്ലാം ആമസോൺ പ്രൈമിലൂടെ ഈ ഒരു വെബ് സീരീസ് കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് എന്നിവർ കേന്ദ്രദാത്രമായിട്ട് അഭിനയിച്ചൊരു വലിയൊരു ഹ്യൂമർ ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേരത്തെ തന്നെ ആമസോൺ പ്രൈം സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് റെക്കോർഡ് നോക്കിയൊക്കെയാണ് ആമസോൺ പ്രൈം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 14-ാം തീയതി സർപ്രൈസ് റിലീസായിട്ട് ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്യുന്ന ഒരു കിംബദന്തി അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരുപാട് റേറ്റ് കൊടുത്തിട്ട് മേടിച്ചിട്ടുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ OTT റിലീസിന് എത്തിച്ചാലാണ് അവർക്ക് ആമസോൺ പ്രൈമിന് അവർ മുടക്കിയിട്ടുള്ള എമൗണ്ട് കിട്ടുക. മേ ബി ചിത്രം ഈ വരുന്ന ജൂൺ മാസം 14-ാം തീയതി റിലീസ് എന്നുള്ളൊരു ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അരമന 4 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ തമന്ന ഭാട്ടിയ, സുന്ദർ സി അതുപോലെ തന്നെ റഷി ഖന്ന, യോഗി ബാബു എന്നിവർ കേന്ദ്രദാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ കോമഡി കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് അരമന 4 എന്ന് പറയുന്നത്. ഈ ചിത്രത്തിന്റെ മറ്റുള്ള പാർട്ടുകൾക്ക് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി ഒഫീഷ്യലി ഈ ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്ത് വലിയൊരു ഹിറ്റ് അടിച്ച് 100 കോടിക്ക് കളക്ഷൻ അടിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അരമന 4 എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കി ഡിസ്നി ഹോട്ട്സ്റ്റാറും അതുപോലെ സിംപ്ലി സൗത്ത് ആണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 21-ാം തീയതി ആമസോൺ
ആമസോൺ പ്രൈം നമ്മുടെ ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെയും അതുപോലെ തന്നെ സിംപ്ലി സൗത്തിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നടിഗർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ടൊവിനോ തോമസ്, ബാലു വർഗീസ്, അതുപോലെ തന്നെ ഭാവന, സൗബിൻ ഷാഹിർ, സുരേഷ് കൃഷ്ണ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച് ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു നടിഗർ എന്ന് പറയുന്നത്. തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 27 നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അർജുൻ അശോകൻ, മുഫിൻ ഷാഫി, ഷൈൻ ടോം ചാക്കോ, ദേവിക സഞ്ജയ് എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിലോട്ട് തന്ന ചിത്രമാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്നത്. നമ്മുടെ നാദൃശ്യ സംവിധാനം ചെയ്ത ചിത്രം കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ ആമസോൺ പ്രൈമും അതുപോലെ തന്നെ നമ്മുടെ മനോരമ മാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 21 അല്ലെങ്കിൽ ജൂൺ മാസം 26 ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസ് എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച് നമ്മുടെ ഡിജോ ജോസ് ജാനനി സംവിധാനം ചെയ്ത ചിത്രം കൂടിയായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ചിത്രം. തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നമ്മുടെ സോണി ലീവ് ആണ്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 5 സോണി ലീവിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ടർബോ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മമ്മൂക്ക കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച് ഒപ്പം തന്നെ രാജ്ബി ഷെട്ടി, അതുപോലെ തന്നെ ബിന്ദു പണിക്കർ, ശബരീഷ് വർമ്മ, അതുപോലെ തന്നെ ദിലീഷ് പോത്ത എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു ടർബോ എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു തൂക്കിയടി അതുപോലെ തന്നെ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ചിത്രം ജൂൺ ലാസ്റ്റ് വീക്കോടെ അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കിലൂടെ ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.